നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ സാധാരണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നൊരു തെറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മളത് അറിഞ്ഞു വെക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റാണ് അധികം ആളുകളും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സൗകര്യം, നമ്മൾ അശ്രദ്ധ മൂലം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂട്ടും, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നം എന്താണ്, അതെങ്ങനെ നമ്മൾ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ്, നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ്. ആവശ്യം കഴിഞ്ഞാൽ ആപ്പ് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. വളരെ ഈസി ആയിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇവിടെ കാണാം അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് അധികം ആളുകൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ മാനേജറിലോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷനിലോ പോയിട്ട് ആപ്പ് സെലക്ട് ചെയ്ത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ആപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഓരോ ഡാറ്റകളും നമ്മുടെ ഫോണിൽ സേവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ MB ചില ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരുപാട് പെർമിഷൻസ് കൊടുക്കും. മാത്രമല്ല അതിനകത്തുള്ള ഡാറ്റകളൊക്കെ നമ്മളെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ആപ്പ് ഇൻഫോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോണിൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കില്ല. ഇതുപോലെ ഐ ബട്ടൺ ഇവിടെ കാണും. ഇതുപോലെ ഈ ഐ ബട്ടൺ കാണും. അതായിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണുന്ന സെറ്റിങ്സ് ഉണ്ടാകും. അവിടെ നിങ്ങളുടെ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ കാണും. അതിലേത് ആപ്പാണോ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ. ഈ സ്റ്റോറേജ് യൂസേജ് എന്നുള്ളത് ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെയാണ് കാണുന്നത്. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും, ചില മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഭാഗത്ത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 14 MB ഈ ആപ്പ് എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടുണ്ട് ഡാറ്റകൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 14 MB സ്റ്റോറേജ് പോകില്ല. ചില ആപ്പുകൾക്കൊക്കെ 1/2 GB ഡാറ്റകളൊക്കെ സേവ് ആകും. അപ്പോൾ ജസ്റ്റ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇവിടെ കാണുന്ന സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ക്ലിയർ ഡാറ്റ എന്നുള്ള ഒരു റെഡ് മാർക്ക്. മൊബൈൽ ഫോൺ റെഡ് മാർക്ക് കണ്ടില്ലെങ്കിലും പ്രശ്നമാക്കേണ്ട, ക്ലിയർ ഡാറ്റ എന്ന് കാണും. ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്തായിരിക്കും ക്ലിയർ ഡാറ്റ എന്ന്. ഇവിടെ താഴെ ഭാഗത്ത് ക്ലിയർ ക്യാഷോ എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ഡാറ്റ കൊടുത്താൽ തന്നെ ക്ലിയർ ക്യാഷോയും ക്ലീൻ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ഡാറ്റ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വരുന്ന പോപ്പപ്പിൽ ഡിലീറ്റ് കൊടുക്കുക. ഇപ്പോൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ക്ലീനായി. ഇതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അൺഇൻസ്റ്റാൾ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ മതി. ആ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇനി വർക്ക് ചെയ്യില്ല. ആ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാറ്റയും നമ്മുടെ ഫോണിൽ സേവ് ആകില്ല. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഹാങ് ആകുന്നതും നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകുന്നതിനൊക്കെ കാരണം ഇതാണ്. അധികം ആളുകളും പറയും എൻ്റെ ഫോണിൽ ഫയലുകളില്ല, സ്റ്റോറേജ് ആയിട്ട് വെറുതെ നിറഞ്ഞു കിടക്കുകയാണ്, ഒന്നും കാണാനില്ലെന്ന്. ഇതുപോലെ ഫയലുകൾ നമ്മുടെ ഫോണിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.